സംസ്ഥാന ബജറ്റിൽ കണ്ണും നട്ട ഉന്നത വിദ്യാഭ്യാസ മേഖല. ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വകുപ്പ്. സ്റ്റാർട്ടപ്പുകൾക്കും സയൻസ് പാർക്കുകളുടെ വിപുലീകരണത്തിനും ബജറ്റിൽ പ്രാധാന്യം നൽകുമെന്നും വിദ്യാഭ്യാസ വിദഗ്ധർ കണക്കുകൂട്ടുന്നു. കേരളത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റുക എന്നതായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്ന്. 4 വർഷ ബിരുദമടക്കം പല പദ്ധതികളും കഴിഞ്ഞ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലും ഉന്നത വിദ്യാഭ്യാസ മേഖല ചെറുതല്ലാത്ത പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതികം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിയായിരുന്നു കഴിഞ്ഞ 2 ബജറ്റുകളും. ഇക്കുറിയും അതേ പരിഗണന ലഭിക്കും എന്നതാണ് വകുപ്പിന്റെ കണക്കുകൂട്ടൽ. സമൂഹവുമായി സംവദിക്കുന്ന തരത്തിൽ സർവകലാശാലകളെ മാറ്റുക എന്നതാണ് അടുത്ത ഘട്ടത്തിൽ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനുതകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള പഠനത്തിന് വേണ്ടി മാത്രമുള്ള ഗവേഷണം എന്ന രീതിക്ക് പകരം ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന തരത്തിൽ റിസർച്ച് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണം. അതിനുവേണ്ട തുക ബജറ്റിൽ വകയിരുത്തുമെന്ന് വകുപ്പ് പ്രതീക്ഷിക്കുന്നു. സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് വരാൻ സാധ്യതയുള്ള മറ്റൊരു തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അധ്യാപകർക്ക് കൂടി എളുപ്പത്തിൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങാൻ കഴിയുന്ന തരം ക്രമീകരണങ്ങളാണ് പരിഗണനയിലുള്ളത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടിയുള്ള ഇൻക്യുബേഷൻ സെന്ററുകൾ മറ്റൊരു സാധ്യത. അന്താരാഷ്ട്ര തലത്തിലേക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാറ്റിയെടുക്കാൻ ബജറ്റ് വെട്ടി കാര്യമായി കനിയേണ്ടി വരുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ പറയുന്നത്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കുമായിട്ട് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഇൻക്യുബേഷൻ സെന്ററുകൾ, വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ പുറത്തോട്ട് പോകുന്നു എന്നുള്ളതൊരു പേരുദോഷമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പുറത്തെ വിദ്യാർത്ഥികളെ അകത്തേക്ക് ആകർഷിക്കുക എന്നുള്ളതും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഏതാണ്ട് 1000 കോടി രൂപയോളം കഴിഞ്ഞ ബഡ്ജറ്റിൽ വിലയിരുത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അതിനേക്കാളും കൂടുതലാണ് നമ്മുടെ പ്രതീക്ഷ. നിർമ്മിത ബുദ്ധിക്ക് കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാം. 4 വർഷ ബിരുദം വിജയകരമായി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കാനും ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ പരിഷ്കരിക്കാനുള്ള തീരുമാനവും ചിലപ്പോൾ ബജറ്റിൽ ഇടം പിടിച്ചേക്കാം. മികവിന്റെ കേന്ദ്രങ്ങൾ, സ്വകാര്യ സർവകലാശാലകൾ, വിദേശ നിക്ഷേപം തുടങ്ങി കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനങ്ങളുടെ തുടർച്ചയും ഇക്കുറി കണ്ടേക്കാം. ഗോപാൽ ശീലാസനാൽ, മീഡിയ 1, തിരുവനന്തപുരം.